ആര്യന്റെ ഇഷ്യൂയിൽ ലാലേട്ടൻ അനുമോളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ അനുമോളിന് നാണമുണ്ടോ എന്ന് ലാലേട്ടൻ ഡയറക്റ്റ്ലി ചോദിക്കുകയാണ്. നിങ്ങൾ കണ്ടോ അവർ കിസ് ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കണ്ടോ എന്ന് അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ പറയാണ് ഞാൻ കണ്ടു, അതിലൊരു മാറ്റവും ഇല്ല. അനുമോൾ അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ കണ്ടു എന്ന് ലാലേട്ടനെ എതിർത്ത് നിന്നാണ് ഇന്ന് അനുമോൾ സംസാരിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ അപ്പാനി വീട്ടിൽ നിന്ന് എവിക്റ്റായി. അതുപോലെ തന്നെ രേണുസുതി വാക്ഡ് ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് രേണുസുതിയും അതുപോലെ ശരത്തും എവിക്റ്റായി. നാളെ ആരാണ് ഔട്ടാവാൻ പോകുന്ന വീഡിയോ വരുന്നതാണ്. അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല രീതിക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു കേസ് ജിസയിൽ ആര്യന്റെ കേസ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു, അയ്യോ ഇനി ഈ അനുമോൾക്ക് പണി വരും. കാരണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അനുമോളിന് പണി എന്ന് വെച്ചാൽ ഉഗ്രം പണി തന്നെ വരും അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ വീട്ടുകാരിപ്പൊ ഒന്നടങ്കം വീട്ടുകാരെല്ലാവരും ചേർത്ത് ആദിലയും നൂറ വരെ നമ്മളുടെ അനുമോൾക്കെതിരെയായി. കാരണം നീ ഒരു ഫേക്ക് പേഴ്സൺ ആണെന്ന് അനുമോളുടെ മുഖത്ത് നോക്കി ആദില പറഞ്ഞു. ആ വീട്ടിൽ ഇനി അനുമോൾക്ക് ആരുമില്ല, അനീഷ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്തതിന് ഒരു മനുഷ്യനുണ്ടാവില്ല. അടുത്ത ആഴ്ച നിങ്ങൾ എഴുതി വെച്ചോ, നോമിനേഷനിൽ അനുമോളുടെ പേരായിരിക്കും ആ വീട്ടിൽ എത്ര പേരുണ്ട്? 20 പേരുണ്ട്, 19 പേരുണ്ടോ? ആ 19 പേരും അനുമോളുടെ പേര് പറയും. 19 15 പേരെങ്കിലും അവരുടെ പേര് പറയും. എന്നാലും അടിപൊളിയായിരുന്നു. മലയാളികൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ലാലേട്ടനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ എന്താ നടന്നത് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബിഗ് ബോസ് തുടങ്ങുകയാണ്. നമ്മുടെ ലാലേട്ടൻ വരെയാണ് കേട്ടോ. ഒരു മിനിറ്റ്. ലാലേട്ടൻ വരെയാണ്. ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റേ, പേജ് അന്ന് മാറിപ്പോയി. ലാലേട്ടൻ വരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് സംഭവങ്ങളും കാണിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളും കാണിക്കും. ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം എല്ലാവരും സ്ക്രീനിൽ വരെയാണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ വരെയാണ്. വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജിസയിലും ഒരു സിനിമ കാണിച്ചു തരാം എന്ന് പറയാണ്. അപ്പൊ നമുക്ക് സിനിമ കാണിച്ചാലോ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനില് ജിസയിലിന്റെയും ആര്യന്റെ ഇഷ്യൂ ആണ് കാണിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ അനുമോള് പറഞ്ഞ ഒരു കാരണം ആര്യനും ജിസയിലും കിസ് ചെയ്തു എന്ന് പറയുന്ന കാര്യം അവിടെ എന്തൊക്കെ നടന്നു, പ്രശ്നങ്ങൾ നടന്നു, ആ കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമുണ്ടോ? ഇങ്ങനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഒന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ലാലേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അനുമോളാണെങ്കിൽ പക്ഷെ കരഞ്ഞില്ല. അനുമോള് അവസാനം കരഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇപ്പൊ കരയും ഞാൻ വിചാരിച്ചു. പക്ഷെ അനുമോള് കരഞ്ഞില്ല. അനുമോൾ പിടിച്ചു നിന്നു ഇപ്രാവശ്യം. എന്നിട്ട് ജിഷിനെ മസ്താനിയോടും ജിഷിൻ കാണിച്ച കാര്യങ്ങൾ, അതുപോലെ ഡെമോൺസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ ഒരു കാര്യം? നിങ്ങൾക്ക് ഇതൊന്നും തോന്നിയില്ല നിങ്ങൾ ഈ കാര്യം ഇങ്ങനെ കാണിച്ചപ്പോ? പ്രേക്ഷകർ കാണുന്നതല്ലേ, പ്രേക്ഷകർ 3-4 ജനറേഷൻ കാണുന്ന ഒരു ഷോ അല്ലേ ബിഗ് ബോസ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത്തരം ആക്ടുകൾ അവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റിയെന്ന് ചോദിച്ചപ്പോ മസ്താനിയോട് ദേഷ്യം. മസ്താനി അപ്പൊ ഇങ്ങനെ നോക്കി, മസ്താനി ഇങ്ങനെ ജിഷിനോട് നോക്കി. അപ്പൊ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് മസ്താനിയോട് നല്ല രീതിയിൽ ഫയർ ആവുന്നുണ്ട്. അതിന് മസ്താനി പുറത്ത് നടക്കുന്ന കാര്യം നിങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞല്ലേ. അപ്പോ ഇല്ല, ഞാൻ ആ ഒരു ജിസയിൽ ടെലികാസ്റ്റ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, അതല്ല ചോദിച്ചത്. വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ അത് പറഞ്ഞിട്ടുള്ളൂ. ആണോ? അപ്പൊ നമുക്ക് പിടിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ മസ്താനിക്ക് ഒരു ചെറിയൊരു താങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദിലയോട് ചോദിക്കാം, നിങ്ങൾക്കൊന്നും തോന്നി? ആദിലോട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? അപ്പോ അത് ലാലേട്ട നിങ്ങൾക്കൊന്നും തോന്നാത്ത? നിങ്ങളല്ലേ പുതപ്പെടുത്ത് കൊടുത്തത് നിങ്ങളല്ലേ. അപ്പൊ നിങ്ങളും അതിലൊക്കെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ
ആദിലയോട് ചൂടാവുന്നുണ്ട്. അപ്പൊ ശൈത്യയോട് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് വലിയ ഇതൊന്നും പറയുന്നില്ല. അപ്പൊ ശൈത്യയോട് ചോദിക്കുന്നു. ശൈത്യ പറയുകയാണ്, ശൈത്യ കണ്ടോ ഇവരിങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ലാലേട്ടൻ ഞാൻ കണ്ടില്ല, എന്താണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവര് കാണിക്കുക എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഒന്നും മിണ്ടാതെ കിടക്കോ നീ, നിനക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശൈത്യ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ അവസ്ഥയെ പിടിക്കുകയാണ്. പുറത്ത് നടന്ന കാര്യം പറയരുത് നിങ്ങളോട് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് അവിടെ നിർത്തിയിട്ട് മറ്റേ ഒരു വീഡിയോയിലും കാണിക്കുന്നു. അനുമോളെ ചപ്പാത്തി കളി എന്ന് പറഞ്ഞ ജിസയില് ഈ കാര്യം പറയുകയാണ്. ഈ കാര്യം പറഞ്ഞിട്ട് വീഡിയോ കാണിക്കുകയാണ്. നിങ്ങൾ ചപ്പാത്തിയുടെ കേസ് പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് അത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാവും, അതുപോലെ തന്നെ മറ്റൊരാൾക്കും. അപ്പോൾ ജിസയിലാണെങ്കിൽ എല്ലാം മെച്ചുവേർഡ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ജിസയിലിനെ പ്രശംസിക്കുന്നുണ്ട്. അതിനുശേഷം അനുമോളിന് ആര്യനോട് ക്രഷാണെന്ന് ആര്യൻ പറയാണ്. അപ്പോൾ ഇത് ശൈത്യയോട് ചോദിക്കുമ്പോൾ ശൈത്യ പറയാണ്, ലാലേട്ട അനുമോൾ എന്നോട് പറഞ്ഞിരുന്നു എന്താണ് ആര്യനോട് എനിക്ക് കുറച്ച് ക്രഷ് ഉണ്ടെന്ന് അനുമോൾ പറഞ്ഞു എന്ന് ശൈത്യ ലാലേട്ടനോട് പറയാണ്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുകയാണ്, അതൊക്കെ നിങ്ങളുടെ ഒക്കെ ഒരു ഇതാണ്, ഇഷ്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ അനുമോൾ പറയുന്നത്, അത് അവൻ കുഞ്ഞല്ലേ, കുഞ്ഞോ നിങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അപ്പാനയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഈ ഒരു ജിസേലിന്റെ കേസ്. അപ്പാനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങളല്ലേ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അയ്യോ ലാലേട്ട ഒരാൾ അങ്ങനെ അത്രയും ഇതായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഒരു സത്യം ഉണ്ടാകും. ഈ കാര്യം തന്നെ വൈൽഡ് കാർഡ്സും പറഞ്ഞു കേട്ടോ. പിന്നെ ബാഡ്ജിന്റെ കാര്യം, ബാഡ്ജ് എവിടെ? അനുമോളുടെ കയ്യിലുള്ള ബാഡ്ജും അതുപോലെ ജിസേലിന്റെ കയ്യിലുള്ള ബാഡ്ജ് എവിടെ? അപ്പൊ അത് എടുത്തുകൊണ്ട് വന്നിടാൻ പറയുന്നു. അപ്പൊ എനിക്ക് തോന്നി മറ്റേ ജിസേലിന്റെ ഇത് ബാഡ്ജ് മോശമാക്കിയല്ലോ, ആ കാര്യമാണ് പറയണത് എനിക്ക് മനസ്സിലായി. തിരിച്ചു വന്നപ്പോഴത്തേക്കും ബാഡ്ജ് കാണിക്കുന്നത്, എന്താ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ സാധനം തന്ന മര്യാദ സൂക്ഷിക്കാറ്, നിങ്ങൾ എന്താണ് ഫണ്ണാണെന്നോ? എന്ത് ഫണ്ണ്? ഇതിലെന്ത് ഫണ്ണാ? നിങ്ങളുടെ ഒരു ഫോട്ടോ കത്തിച്ചപ്പോ നിങ്ങൾക്കൊരു ഫണ്ണായിട്ട് തോന്നിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്കൊരു ബാഡ്ജിൽ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഫോട്ടോ പോലെ തന്നെയല്ലേ ഈ ബാഡ്ജിലുള്ളതും, വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന അനുമോളെ എടുത്ത് എന്താണ് കീറി വിട്ട്. കാരണം ഇനി അനുമോൾക്കെതിരായിരിക്കും അവിടുത്തെ എല്ലാ ആൾക്കാരും, ഉറപ്പിച്ചോ. കാരണം ഇങ്ങനൊരു കാര്യം അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര്യന്റെയും ആ ഒരു വീട് മൊത്തം ഒരു കയ്യടി ആയിരുന്നു. കാരണം അനുമോളെതിരായി എല്ലാവരും. പിന്നെ എന്താണ് ലാലേട്ടൻ പറയാണ്, ഒരു ശിക്ഷ കൊടുക്കുകയാണ് ഈ കേസ് എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും. കാരണം ജിസയിലും ആര്യന്റെ കേസിൽ എല്ലാവരും ആ സോഫയിൽ ഇരുന്നല്ലോ, ആരും പോകാതിരുന്നില്ലല്ലോ, ആരും പ്രതികരിച്ചില്ലല്ലോ. അപ്പോൾ പറയാണ്, നിങ്ങളുടെ മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ നിങ്ങൾ കഴുകണം, മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകണം എന്ന് പറയുകയാണ്. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പേര് കിട്ടുന്നു, ആർക്കിട്ടൊരു പേര് കിട്ടുന്നു, ആ പേരുള്ള ആൾക്കാരുടെ വസ്ത്രമാണ്. ശൈത്യം കിട്ടുന്ന അനുമോളുടെ പേരാണ്. അപ്പൊ ശൈത്യം ഇങ്ങനെ, അനുമോളുടെ ഡ്രസ്സാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള രീതിയിൽ ശൈത്യം നിൽപ്പുണ്ട്. പിന്നെ ലാലേട്ടൻ പറയുന്നത് 3 ജനറേഷൻ കാണുന്നതില്ലേ, 3 ജനറേഷൻ കാണുന്ന ഞാൻ മനസ്സിലാക്കിയ 3 ജനറേഷൻ 4 ജനറേഷൻ വരെ കാണുന്ന ഒരു ഷോയാണ്. അപ്പൊ അങ്ങനെ ഒരു ഷോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മര്യാദ, കുറച്ച് കാണിക്കുന്ന ഭാഷ, ഇതൊക്കെ കുറച്ചും കൂടി നന്നാക്കണമെന്ന് ലാലേട്ടൻ പറയുകയാണ്. പിന്നെ ബ്രേക്കിന് പോകുന്നു. ബ്രേക്ക് പോയി തിരിച്ചു വരുമ്പോൾ മസ്താനോട് ചോദിക്കുകയാണ്, പുറത്ത് നടന്ന കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മസ്താനി അത് ചെയ്യുന്നുണ്ടോ? മസ്താനി അത് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അനുമോളുടെ ബോയ് ഫ്രണ്ട് കേസിലാണ്. അത് ഞാൻ പറഞ്ഞു, പുറത്ത് ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്താ ആര്യനും അക്ബറും വന്ന് ചോദിച്ചപ്പോഴാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ കൂടെ ജിഷിനും ഉണ്ടായിരുന്നു. അപ്പൊ അക്ബറും ഇല്ലേ, നമ്മളെ പോയി ചോദിച്ചിട്ടൊന്നുമില്ല, നമ്മളെ പോയി ചോദിച്ചിട്ടില്ല എന്ന് പറയാണ് നമ്മുടെ അക്ബറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുറത്ത് നടന്ന കാര്യം എന്താണ്? അപ്പോൾ മസ്താനോട് പറയാണ് അനുമോളും, ഞാൻ അനുമോളോട് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ അനുമോള് താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അതെ അവൾക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യം നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് മസ്താനോട് ചോദിക്കുന്നു. പുറത്ത് നടന്ന കാര്യം പറയരുതെന്നുള്ളത് ഒരു കർശനമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എന്തിനും ഇതാക്കി എന്ന് പറഞ്ഞു. പിന്നെ വൈൽഡ് കാർഡ്സ് എങ്ങനെയുണ്ട് എന്ന് വൈൽഡ് കാർഡ്സ് എങ്ങനെ
ആ വൈൽഡ് ആർട്സിനോട് ചോദിക്കുകയാണ്, എന്താണ് എങ്ങനെയുണ്ട് വൈൽഡ് ആർട്സ് അല്ല നിങ്ങൾ വൈൽഡ് ക്യാറ്റ് ആണെന്ന് പറയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാട്ടിൽ വളരുന്ന പൂച്ചകളൊക്കെയാണെന്ന് ഉദ്ദേശിക്കണം. വൈൽഡ് കാറ്റ്സ് അല്ല നിങ്ങൾ വൈൽഡ് ക്യാറ്റ് ആണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ജിഷിനും അതിനുശേഷം വൈൽഡ് വീട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വീട് നമ്മൾ വിചാരിച്ചത് പോലെ അല്ല ലാലേട്ട. കുറച്ച് പേരൊക്കെ എല്ലാവരും പറയുന്നത് വീട്ടിൽ നമ്മൾ വിചാരിച്ചു നമുക്ക് പുറത്ത് കാണുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര പാടാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം ജിഷിനാണെങ്കിൽ ആര്യൻ്റെയും ജിസിൻ്റെയും പ്രേക്ഷകരോട് ലാലേട്ടനോട് അവിടെ ഇരുന്ന എല്ലാ കണ്ടസ്റ്റന്റിനോടും മലയാളി പ്രേക്ഷകരോട് എല്ലാവരോടും സോറി പറയുന്നുണ്ട്. ഈ ആര്യൻ്റെയും ജിസിൻ്റെ കാര്യത്തിൽ അവർ ആ ഡെമോൺസ്ട്രേഷൻ കാണിച്ചില്ല ആ കേസിൽ. അപ്പം അനീഷ് പറയാണ് ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ്സ് എന്ന് വേണം പറയാൻ. കാരണം ഓരോരുത്തരും ഒന്നും ചെയ്യുന്നില്ല വലിയ രീതിയിലൊന്നും ചെയ്യുന്നില്ല, എന്തിനോ വേണ്ടി വന്ന പോലെയാണെന്നൊക്കെ അനീഷ് വൈൽഡ് കാർഡ്സിനെതിരെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഗുണ്ടായസത്തിന്റെ കാര്യം ചോദിക്കുന്നു. വേറൊന്നുമല്ല, മറ്റേ വെസൽ പാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കാര്യമുണ്ടല്ലോ, ആ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ ഉറക്കത്തിന്റെ ആ ഇതിലേക്ക് പോകുന്ന സമയത്ത് എന്നിട്ട് നമ്മുടെ പുതപ്പൊക്കെ അപ്പൊ ഞാൻ പേടിച്ചു പോയി ലാലേട്ട. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്, പിന്നെ നമ്മളതിനോട് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ എന്താണ് നെവിനോടൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് രേണു ഒരു കാര്യം ചോദിക്കുക, നിങ്ങൾക്ക് പോണോ, നിങ്ങൾക്ക് പുറത്ത് പോണോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പോണോ? അത് ലാലേട്ട ഞാൻ വെറുതെ നമ്മൾ സങ്കടം വരുമ്പോ അല്ല, നിങ്ങൾക്ക് പോണെങ്കിൽ പോകാം, നമ്മളതിനെ പറ്റി പറയാം കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്ലാച്ചിപ്പാവനെ പറ്റി ചോദിക്കുകയാണ്. അനുമോൾ ആ പാവ എടുത്തോണ്ട് വരും എന്ന് പറയാണ്. നിങ്ങൾക്ക് പാവയെ പേടിയാണോ? നിങ്ങൾ കുറെ പേര് ഇങ്ങനെ ആ പാവനെ കീഴായിട്ട് കെട്ടിയിട്ടു എന്നൊക്കെ കാണിച്ചല്ലോ. അപ്പൊ നിങ്ങൾക്ക് പേടിയാണോ പാവേനെ? അപ്പൊ ആദ്യം ആര്യന് കൊടുക്കണം, ആര്യനാണെങ്കിൽ മേടിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോ ഒരു മിനിറ്റ്, ഓക്കെ. പാവം മേടിച്ചില്ല. അപ്പൊ ആരും പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തിനു പേടിയുണ്ടോ? അല്ല ലാലേട്ടാ, നമ്മള് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു പേടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അപ്പാൻ ശരത്തിനടക്കം നിങ്ങളല്ലേ പാവനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇപ്പൊ പേടിയൊന്നും ഇല്ല ലാലേട്ടാ. അതിന്റെ അക്ബറിനും കൊടുക്കുന്നു, എന്നിട്ട് അക്ബർ വീണ്ടും അപ്പാനി കൊടുക്കുന്നു, അപ്പാന് നേരെ അനുമോൾക്ക് ആ പാവ കൊടുക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തൊരു ഇഷ്യൂ നടന്നു. കാരണം വേറൊന്നുമല്ല, ഈ കൂടോത്രം അതുപോലെ ചാത്തൻ സേവ ഈ കാര്യങ്ങൾ അനുമോള് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് എനിക്ക് തോന്നിയത്. കാരണം അത് അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പൊ പിന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഇത് വരരുത് എന്നുവെച്ചാൽ ഇങ്ങനെ സത്യം ഇല്ലാത്ത കാര്യങ്ങൾ പുറത്ത് പോകരുത് എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഇവരിങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയതൊന്നുമില്ല. പിന്നെ ബിഗ് ബോസ് പറയും, നിങ്ങൾ പലതവണ നിങ്ങൾ ഒന്നും കേൾക്കുന്ന ഒരു ഗെയിം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ അടുത്ത് തീരുമാനം, നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെടുത്ത് തൂക്കി പുറത്താക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞില്ല. എന്നാലും നിങ്ങൾ പുറത്താക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾ പുറത്താക്കിയിരിക്കും. കാരണം ബിഗ് ബോസ് പറയും നിങ്ങൾ ഒന്നും ഒരു വകയും നിങ്ങൾ കേൾക്കുന്നില്ല, അപ്പോൾ പണി വരും എന്ന് പറയാണ്. പിന്നെ ലാലേട്ടൻ ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ, നമ്മൾ ഓണമാക്കിയിട്ട് ഞങ്ങൾ വരണോ, പക്ഷെ ഇനി ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി എന്ന് ചോദിച്ചിട്ട് ലാലേട്ടൻ അവസാനം സമ്മതിക്കുന്നു, വരാമെന്നൊക്കെ സമ്മതിക്കുന്നു. ലാലേട്ടൻ ബ്രേക്കിന് പോയി തിരിച്ചു വന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറുന്നു. അക്ബറിന്റെ ഒരു പാട്ട്, മറ്റേ ആൾക്കാരെ വെച്ചിട്ടുള്ളൊരു പാട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ കേട്ട് ഞാൻ മടുത്തു, സത്യം പറയാല്ല. അക്ബറിന്റെ പാട്ട് ആദ്യമൊക്കെ ഭയങ്കര കോമഡിയാണ്, പക്ഷെ പിന്നെ അയ്യോ ഇത് എപ്പോഴും കേട്ടോ നമുക്കൊരു ബോറടിയായി മാറി, എനിക്കൊരു ബോറടിയായി മാറി. നിങ്ങൾക്ക് എങ്ങനെയാന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ബോറടിയായി മാറി. പിന്നെ ഗേൾസിന്റെ തിരുവാതിരയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ എല്ലാവർക്കും മറ്റേ സ്വർണ്ണ കോയിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പായസം ഉണ്ട്, നിങ്ങൾ പായസം കുടിക്കൂ എന്ന് പറയുന്നതാണ്. പിന്നെ വീട്ടുകാരുടെ വിഷസ് കാണിക്കുക, എല്ലാം കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരെ വിഷസ് കാണിക്കുന്നുണ്ട്. അവിടെ ഷാനവാസിനും റെന ഫാത്തിമക്കും കാണാൻ പറ്റില്ല, എല്ലാവരും കാണാൻ പറ്റില്ല. കാരണം വൈൽഡ് ആർട്സ് ഒരു ബിഗ് പണി കൊടുത്തിരിക്കുകയല്ലേ, അപ്പൊ അതിന്റെ പേരിൽ ഇവർക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർക്ക് ലാലേട്ടൻ വന്നിട്ട് പോലും കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ പോയി പെട്ടെന്ന്. ഇപ്പൊ രേണുസുതി നിങ്ങൾക്ക് പോകണം, നിങ്ങൾ കുറെ പറഞ്ഞതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് പറയണം. കാരണം നിങ്ങൾക്ക് കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യാനാണ്, നിങ്ങളുടെ
ഇത് പറ്റുന്നില്ല എന്നിട്ട് എന്താണ് ഇതിനുള്ളിൽ വീട്ടിനുള്ളിൽ തന്നെ ലാലേട്ടൻ പറയാം നിങ്ങൾക്ക് കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ നിങ്ങളെ പുറത്താക്കുകയാണ്. പക്ഷേ കുറച്ച് നിയമങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ അത്രയും വാശി പിടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്താക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ രേണു സുധി എല്ലാവരോടും യാത്ര പറഞ്ഞ് രേണു വാക്കൗട്ട് ചെയ്തു. സ്റ്റേജിൽ വന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങൾക്ക് പോണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പോവേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് നിങ്ങൾ പോകുന്നു എന്ന് പറയുന്നു, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. പക്ഷേ വാക്കൗട്ട് ആണെങ്കിൽ പോലും അവരുടെ മറ്റേ ജേണി വീഡിയോ കാണിക്കായിരുന്നു, അത് കാണിച്ചില്ല, എനിക്കറിയില്ല. പിന്നെ നോമിനേഷൻ ഉള്ളവരുടെ എഴുന്നേക്കാൻ പറയുന്നു. നോമിനേഷനുള്ള 6 പേരെടുത്തിട്ട് കുറച്ച് പേരെടുത്തിട്ട് ഗാർഡനിൽ പോകുന്നു. ഗാർഡനിൽ പോയിട്ട് ഒരു പുലിക്കളിയിൽ നിന്ന് വേട്ടക്കാരൻ വന്നിട്ട് പുലി എടുത്തിട്ട് പോകും. ആദ്യം ഞാൻ വിചാരിച്ചു ബിന്നി ഇങ്ങനെ എടുത്തിട്ട് പോയപ്പോൾ ബിന്നിയാ, അയ്യോ ഞാൻ കൊടുത്ത് ന്യൂസ് സെറ്റിൽ പോയെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. ബിന്നിയാണ് ആദ്യം പോയത്, പിന്നെ ബിന്നിയല്ല, പിന്നെ ഒനിയിലെ കൊണ്ടുപോയി, പിന്നെ കൊണ്ടുപോയില്ല, തിരിച്ചു കൊണ്ടുവന്നു. പിന്നെയാണ് ശരത്തിനെ തൂക്കി പിടിച്ചിട്ട് പോകുന്നത് വേട്ടക്കാരൻ. അക്ബറിനും മാരിനുണ്ടായിരുന്ന ഷോക്ക്, അവരങ്ങ് ഇല്ലാണ്ടായി, കാരണം അത്ര ഷോക്കായിപ്പോയി. കാരണം ഇവർ വിചാരിച്ചു ഇവർ ടോപ്പ് 5 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ എന്താണ് അക്ബറിന്റെ മാരിന്റെ ഒരു ഷോക്കിങ്. ഇതിനിടയ്ക്ക് മസ്താനി, അയ്യോ സന്തോഷായി, എനിക്ക് ഭയങ്കര സന്തോഷമായി, അയ്യോ പോയല്ലോ എന്നുള്ള രീതിക്ക് മസ്താനിയുടെ ഒരു ഓവർ. അത് ശരിക്കും അതെനിക്ക് കണ്ടപ്പോൾ അയ്യോ ഒരാൾ ഔട്ടാവും, ഓക്കെ സമ്മതിച്ചു, നിങ്ങളോട് നിങ്ങൾക്കൊരു ദേഷ്യം ഉണ്ടാകും, പക്ഷേ ഒരാൾ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി മസ്താനി, അത് ഭയങ്കര മോശമാണ്. മസ്താനിയാണെങ്കിൽ ക്യാമറ ബിഗ് ബോസ് ഒരുപാട് നന്ദിയുണ്ട്, കാരണം ഇങ്ങനെ ഒരു ചീത്ത പറഞ്ഞ ഒരാള് എന്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ച് പോയത് പ്രേക്ഷകർക്കും ബിഗ് ബോസിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നല്ല ഹാപ്പിയിലാണ് അപ്പാനി പോയതിൽ. എന്നിട്ട് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്താണ് മസ്താനി, നീ അത് നിങ്ങൾ വീണ്ടും അത് പറയണ്ട, കാരണം കഴിഞ്ഞല്ലോ, ഇനി അത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബിന്നി വന്നിട്ട്, ബിന്നിക്ക് ഇപ്പോഴാണ് നാവ് പൊങ്ങിയത്, ബിന്നിക്ക് ഇത്ര നാളെ നാവ് ഉണ്ടായില്ല, ഇപ്പോഴാണ് നാവ് പൊങ്ങിയത്. അപ്പാൻ ശരത്ത് അങ്ങ് ഇറങ്ങി പോയപ്പോഴാണ് ബിന്നിക്ക് നാവ് പൊങ്ങിയത്. അതുവരെയായിട്ടും ബിന്നിക്ക് ഒന്നും ഒരു നാവും പൊങ്ങാത്ത ബിന്നി ഇന്ന് നാവ് പൊക്കി. എന്നിട്ട് പറയാണ്, മസ്താനി പറയാണ്, അപ്പാനി പോയല്ലോ, എനിക്കത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലോ, അത് മതി, ഇനി എനിക്ക് ഇവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല, അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് പോയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് ബിഗ് ബോസിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരാൾ ഔട്ടാവുന്ന സന്തോഷിക്കുന്ന ഒരാള്. ചിലപ്പോൾ ഉള്ളിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇന്ന് മിണ്ടാതെങ്കിലും ഇരിക്കൂലേ നമ്മൾ. ഞാൻ പറയട്ടെ, എത്രയൊക്കെ ശത്രുക്കൾ പോയി നമുക്ക് സന്തോഷമായിരിക്കും, പക്ഷെ നമ്മൾ പ്രകടിപ്പിക്കും ആരെങ്കിലും. ഞാൻ കണ്ടിട്ടില്ല പ്രകടിപ്പിക്കുന്ന ഒരാൾ ഞാൻ ഇന്നാണ് കാണുന്നത്, മസ്താനി ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് അപ്പൊ അക്ബറാണെങ്കിൽ തീർന്ന് അക്ബറിന്റെ ആര്യനാണ് ഭയങ്കര ദേഷ്യം. മസ്താനി ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ആര്യന് ഭയങ്കര ദേഷ്യമായി. അക്ബറിന് ഇല്ലാണ്ടായി. കാരണം അക്ബർ കരയുന്നത് കുറവാണ്. അക്ബറെ ഇന്ന് കരഞ്ഞെന്ന് വെച്ചാൽ അക്ബറും ആര്യനും ശൈത്യയും അനിമോളൊക്കെ നല്ല രീതിയിൽ കരയുന്നുണ്ട്. അക്ബറാണ് കൂടുതൽ, കാരണം അക്ബറിന്റെ ഏറ്റവും വലിയൊരു സുഹൃത്തായിരുന്നു, ആ വീട്ടിലെ ഏറ്റവും ഒരു അടിപൊളി സുഹൃത്തായിരുന്നു ശരത്ത്. അപ്പോൾ ശരത്ത് പോയപ്പോൾ അക്ബറിന്റെ ഒരു ഇത് കൈവിട്ടുപോയി. ഇനി ഒറ്റക്ക് കളിക്കോ അക്ബർ? നമുക്ക് നോക്കാം, അടുത്ത ആഴ്ച അക്ബർ ഒറ്റക്കായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ഇതേ ഗ്രൂപ്പിൽ തന്നെ തുടരുമോ എന്ന് വെച്ചാൽ നമുക്ക് അതറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ അപ്പാനി ശരത്ത് ഔട്ടായി ലാലേട്ടന്റെ അടുത്ത് വരുന്നു. നമ്മുടെ അപ്പാനിയുടെ ഇതൊക്കെ കാണിക്കുന്നു, വന്ന ജേണി വീഡിയോ കാണിക്കുന്നു. വീട്ടുകാരോട് യാത്ര പറഞ്ഞു. വീട്ടുകാർ യാത്ര പറയുമ്പോൾ അക്ബർ കരയുന്നുണ്ട്. അപ്പൊ മസ്താനിയോട് ചോദിക്കുന്നു, മസ്താനി നിങ്ങൾക്ക് അതിനാലും കൂടുതൽ ഹാപ്പി, എന്താണ് ഹാപ്പി? അപ്പൊ പറയാണ്, ലാൽ സർ ഞാൻ എന്താണ് ഭയങ്കര ഹാപ്പി ആകാൻ കാരണം വെച്ചാൽ എന്നെ നമ്മള് പല ഗെയിമിന്റെ ഇതിൽ കണ്ടിട്ടുള്ളൂ, പക്ഷെ എന്നെ എന്നാ അയാൾ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്തപ്പോ എനിക്ക് എന്നോട് പിന്നെ വന്നിട്ടുമില്ല, എന്നോട് സോറി പറയാൻ പോലും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളോട് ഇങ്ങനെ വന്നപ്പോ ഞാൻ മിണ്ടിയിട്ടുമില്ല. അപ്പൊ എനിക്ക് അത് സന്തോഷമായി, കാരണം അങ്ങനെ ഒരാളിവിടെ നിൽക്കണ്ട എന്നുള്ള എനിക്ക് തോന്നി എന്ന് പറയാണ്. ഇതാണ് എപ്പിസോഡിൽ നടന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി സാറ്റിസ്ഫൈഡ് എപ്പിസോഡായിരുന്നു. മസ്താനിയുടെ ബിഹേവിയർ കുറച്ച് കൂടുതലാണ്, കാരണം ആൾക്കാരിനോട് ഒരു ഇതുപോലെ. പിന്നെ അനിമോളുടെ സ്റ്റാൻഡ്, അനിമോൾ ഇതുവരെയായിട്ട് വിട്ടു നിൽക്കുന്നില്ല. ഞാൻ കണ്ടു ലാലേട്ടാ, എനിക്കത് അറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. അപ്പൊ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഇന്ന് ഫയർ മൂഡായിരുന്നു, ഭയങ്കരമായിട്ട് പ്രതികരിച്ചു.
നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ നല്ല അടിപൊളി എപ്പിസോഡ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ നാളെ ഒരാൾ ഔട്ട് ആവുന്നുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ ഇടും. ഇന്ന് അല്ലെങ്കിൽ നാളെ ഇടും. എനിക്ക് ഇന്ന് ഉറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ ഇടും. ഞാൻ മാക്സിമം ഇന്ന് ഇടാൻ ശ്രമിക്കും. പക്ഷെ നോക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്, അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.